പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കബായരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ ഹിലിയോദോരസിനോട് യുവാക്കൾ പറയുന്ന വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ്. നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവത്താൽ പ്രഹരിക്കപ്പെട്ട നീ അവിടുത്തെ മഹത്തായ ശക്തി ലോകം മുഴുവൻ അറിയിക്കുക. ഇത് പറഞ്ഞിട്ട് അവർ അപ്രത്യക്ഷരായി. പ്രകാശിക്കുന്ന ഒരു ബൾബിനെ അടഞ്ഞ പെട്ടിയിൽ എടുത്തു വച്ചാൽ ആ ബൾബിൻ്റെ പ്രകാശത്തിന് പുറത്തേക്ക് വരാൻ സാധിക്കാതെ വരും. എന്നാൽ ആ പെട്ടിയിൽ ഒരു കീറലോ ഒരു ദ്വാരമോ ഉണ്ടാക്കിയാൽ ആ വിടവിലൂടെ പ്രകാശം പുറത്തേക്ക് വരും. നമ്മളും അടച്ചിട്ട ഒരു പെട്ടി പോലെ ആയിരിക്കാം. എന്നാൽ നമ്മൾക്കേറ്റ പ്രഹരങ്ങളും മുറിവുകളും കർത്താവിൻ്റെ മഹത്വം പുറത്തേക്ക് വമിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി മാറും. കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ ലിസ്റ്റ് മുറിവേറ്റവരുടെ, പ്രഹരങ്ങൾ ഏറ്റവരുടെ പട്ടികയാണ്. ആ പ്രഹരങ്ങളിലൂടെ അവർ കർത്താവിൻ്റെ മഹത്വം ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. നമ്മളും ജീവിതത്തിൻ്റെ പല കോണുകളിലും വെച്ച് മുറിവേറ്റവരായിരിക്കാം, പ്രഹരങ്ങൾ ഏറ്റുവാങ്ങിയവരായിരിക്കാം. എന്നാൽ ആ മുറിവുകളെ ഈശോയുടെ മുറിവുകളോട് ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ മഹത്വം നിറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ വഹിക്കുന്ന എല്ലാ കുരിശുകളെയും മുറിവുകളെയും പ്രഹരങ്ങളെയും നമുക്ക് പൂർണ്ണമായി കൊടുക്കാം. അവ കർത്താവിൻ്റെ മഹത്വം ഈ ലോകത്തിന് നൽകുന്ന മഹത്വത്തിൻ്റെ ചാലകങ്ങളായി മാറട്ടെ. ഈശോ നമ്മുടെ മുറിവുകളെ ഏറ്റെടുക്കുവാൻ ദിവ്യകാരുണ്യത്തിൽ ഇന്നും ജീവിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.